ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷനായിട്ട് ചുമതലയെടുത്ത നേതാവ് കോൺഗ്രസിൻ്റെ രാജേന്ദ്ര പാൽ ഗൗതം ഉണ്ട്. അദ്ദേഹത്തിനാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിലവിലെ ചുമതല. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഉത്തർപ്രദേശിൽ അധ്യക്ഷനല്ല യു പി ഇൻചാർജായിട്ട് യു പി ഇൻചാർജായിട്ട് ചുമതലയേറ്റ് അദ്ദേഹം പറഞ്ഞത് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് തിരികെ അധികാരത്തിൽ വരുമെന്നും 2029 പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമാനമായൊരു പ്രസ്താവന തമിഴ്നാട്ടിൽ നിന്നുണ്ടായി. തമിഴ്നാട്ടിലും കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ചുമതലയെടുത്ത മാണിക്യം ടാഗോർ പറയുന്നത് 2029 രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടരുമെന്നാണ്. നമുക്കറിയാം, പ്രതിപക്ഷത്തിനെതിരെ അല്ലെ രാഹുൽ ഗാന്ധിക്കെതിരെ നിരന്തരമായി നടക്കുന്ന വിമർശനങ്ങൾ, ആക്രമണങ്ങൾ ഇതൊക്കെ മുന്നിലുണ്ട്. അപ്പോഴും കോൺഗ്രസ് ഇപ്പോഴും രാഹുലിനെ മുൻനിർത്തിയിട്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് പറയുന്നത്. ഇതിലേക്കാണ് ജിംസ്, രാഹുലിൽ ഇപ്പോഴും കോൺഗ്രസിന് പതിവിൽ കവിഞ്ഞ ആത്മവിശ്വാസമുണ്ട്. പല സ്ഥലത്തുനിന്ന് രാഹുലിനെതിരെയുള്ള വിമർശനങ്ങളുണ്ട്. നമുക്ക് മുന്നിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുണ്ട്. ഇപ്പോൾ വീണ്ടും രാഹുലിൽ തന്നെ അവർ ഭാവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ അയോഗ്യനാണെന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മോശം പ്രധാനമന്ത്രി ആയിരിക്കുമെന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരിക്കലും പ്രധാനമന്ത്രി ആവില്ല എന്നൊന്നും പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അദ്ദേഹം വളരെ യോഗ്യനായ ഒരു മനുഷ്യനാണ്, മികച്ച പൊളിറ്റീഷ്യനാണ്, എല്ലാമാണ്. ഒരുപക്ഷെ ഇന്ത്യ അദ്ദേഹത്തെ പോലെ ഒരു പ്രധാനമന്ത്രി അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അദ്ദേഹം ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെയൊക്കെ പ്രധാനമന്ത്രി ആയാലും നല്ലതായിരിക്കും. അതിനായിരിക്കും കുറേ കൂടി സ്യൂട്ടബിൾ ആവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കാരണം കുറേ കൂടി ഡെമോക്രസി ഫ്ലറിഷ് ചെയ്യുന്ന ഒരു രാജ്യത്ത് അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ പ്രധാനമന്ത്രി ചെയ്യാൻ കഴിഞ്ഞേക്കും. ഇന്ത്യ പോലെ വളരെ സങ്കീർണമായ ഒരു അർത്ഥഫാഷത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു രാജ്യത്ത് അദ്ദേഹത്തിന് ജനപ്രീതി പിടിച്ചു പറ്റിക്കൊണ്ട് ഒരു പോപ്പുലിസ്റ്റ് മെൻറ്റാലിറ്റിയോടെ വലിയൊരു മാസ് ലീഡറായി മാറിക്കൊണ്ട് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ പറ്റുമെന്നുള്ള കാര്യത്തിലാണ് സംശയം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിക്ക് 2029 പ്രധാനമന്ത്രിയാവാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതോടൊപ്പം തന്നെ പ്രസക്തമാകുന്ന മറ്റൊരു ചോദ്യമാണ് 2029 BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദി ആയിരിക്കുമോ എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് 75 വയസ്സായിപ്പോൾ ഓൾറെഡി. ഇനി അദ്ദേഹം 2029 അദ്ദേഹത്തിന് 79 വയസ്സോ മറ്റോ ആവും, 80 വയസ്സാവും, എത്രയോ ആവട്ടെ. അപ്പോൾ മാർഗനിർദ്ദേശക് മണ്ഡലിലേക്ക് പോകേണ്ട ഒരു പ്രായം അദ്ദേഹം ഇപ്പോൾ ഓൾറെഡി പാസ്സായി കഴിഞ്ഞു. അദ്ദേഹം തന്നെയായിരിക്കുമോ 2029 ക്യാമ്പയിൻ നയിക്കുകയെന്ന് വെച്ചാൽ അമിത്ഷാ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെയായിരിക്കും, മരിക്കുന്നവരെ അദ്ദേഹം തന്നെയായിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇനി എന്തോ ആവട്ടെ, ഇനി മോദിജി പിൻവലിയാണ്, അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് സന്യാസ ജീവിതത്തിലേക്കോ ഹിമാലയത്തിലേക്കോ പോവുകയാണെന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും ഈ നരേന്ദ്രമോദി അമിത്ഷായും സെറ്റ് വെച്ചിട്ടൊരു സിസ്റ്റമുണ്ട്. BJPക്കും RSSനും ഇടയിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലും, ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ, ഇന്ത്യയുടെ ബ്യൂറോക്രസിയിൽ, ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കിയൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റം യഥാർത്ഥത്തിൽ അത് 2029 BJPയെ വിജയിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണതുള്ളത്. നമ്മൾ മുമ്പ് നിരവധി തവണ ചർച്ച ചെയ്തതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല, ബ്യൂറോക്രസി, ജുഡീഷ്യറി എന്ന് തുടങ്ങി ഈവൻ പാർലമെൻറ്റിലേക്കാണ് അതിൻ്റെ അവസാന മിനുക്കോണിയിലേക്ക് പോകുന്നത്. പാർലമെൻറ്റിൽ കൂടി ആ സിസ്റ്റം അവർക്ക് നടപ്പാക്കണം. ആ സിസ്റ്റം എന്താണ്? സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, BJPക്ക് ജയിക്കാവുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക. ബാക്കി ഒട്ടുമിക്ക ഭരണഘടനാ സ്ഥാപനങ്ങളിലും അവരൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ അമിത്ഷായോ മോദിയോ മരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ അവർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണ്, പുതിയ 2 BJP നേതാക്കളെ RSSും BJPയും കൂടി മുന്നോട്ട് കൊണ്ടുവരികയാണ്. എങ്കിൽ പോലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിസ്റ്റം വർക്ക് ചെയ്യുന്ന പോലെ തന്നെ സിസ്റ്റം വർക്ക് ചെയ്യാവുന്ന രീതിയിലൊരു സിസ്റ്റം ഉണ്ട്. പിന്നെ അവർക്ക് 2024 സംഭവിച്ച ഒരു പാളിച്ച, ആ പാളിച്ച എന്ന് പറഞ്ഞാൽ UP വളരെ ഈസിയായിട്ട് ജയിക്കാമെന്ന് അവർ കരുതി. കാരണം രാമക്ഷേത്രം പണിതു, മൊത്തം ഒരു ഹിന്ദുത്വയുടെ തേരോട്ടം നടന്നുകൊണ്ടിരിക്കുന്നു, യോഗി 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായി കഴിഞ്ഞു. അപ്പോൾ ഈസിയായിട്ട് ജയിക്കാമെന്നുള്ള തോന്നലിൽ ജനവികാരം എതിരായി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് കൗണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം. 2, സമാജ്വാദി പാർട്ടി ആ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും പോളിംഗിന് ശേഷവും അവർ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കാവൽ നിൽക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് UP വലിയ തോതിൽ അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ തവണ അവർ ആ തെറ്റ് ആവർത്തിക്കില്ല, NDAയോ BJPയോ തെറ്റാവർത്തിക്കില്ല. അവർ ആ പഴുതുകൂടി അടയ്ക്കാൻ ശ്രമിക്കും. കാരണം UP മാത്രമല്ല, നമുക്കറിയാം, സാധാരണ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ ജീവിക്കുന്ന, കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കറിയാം, ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോഴുള്ള കേന്ദ്ര ഭരണകൂടത്തോട് വിരക്തിയുള്ളവരാണ് ബഹുഭൂരിഭാഗവും. ഇനി എന്തൊക്കെ വർഗീയ പ്രചാരണങ്ങൾ നടത്തിയാലും BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ പോലും നിരാശരാണ്. ആ ഒരു ഒരു ആവേശം അവരിൽ കാണാനില്ല. അത് അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് പോലും ആവേശം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ തീരെ ആവേശമില്ല. മാത്രവുമല്ല, മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ ക്രമക്കേടുകൾ, അഴിമതികൾ തുടങ്ങിയ ആരോപണങ്ങൾ BJP സർക്കാരിനെതിരെ വരുന്നു. ഇപ്പോൾ മുമ്പ് ഈ സർക്കാരിനെതിരെ വന്ന ആരോപണങ്ങളെന്ന് വെച്ചാൽ അതൊരു ഏകാധിപത്യ പ്രവണത കാണിക്കുന്ന, ഫാഷിസ്റ്റ് പ്രവണത കാണിക്കുന്ന ഭരണകൂടം എന്നുള്ളതായിരുന്നു. വർഗീയ പ്രചാരണം നടത്തുന്ന ഭരണകൂടം, വർഗീയത പ്രചരിപ്പിക്കുന്ന പ്രധാനമന്ത്രി, ഇത്തരം ആക്ഷേപങ്ങളാണ് ഈ സർക്കാരിനെതിരെ വരുന്നതെങ്കിൽ മോദി സർക്കാരിനെതിരെ കഴിഞ്ഞ 2 വട്ടവും ഇല്ലാത്ത ഒരു പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇവർ കഴിവ് കെട്ടവരാണ്, ഒരു പരീക്ഷ നടത്താൻ പറ്റാത്തവരാണ്,
ചോദ്യപേപ്പർ തുടർച്ചയായി ലീക്കാക്കുന്ന ഒരു ഭരണകൂടമാണ്. അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ മോഷണം നടന്നാൽ പോലും അത് തടയാൻ പറ്റാത്തവരാണ്. ഇങ്ങനെ തുടങ്ങി കഴിവ് കെട്ടവന്മാരാണ്. മുമ്പ് എങ്ങനെയാണ് 56 ഇഞ്ചിൻ്റെ ഛാത്തി എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്ന വളരെ കരുത്തനായ ഒരു പുരുഷനായിട്ടാണ് മോദി അവതരിച്ചെങ്കിൽ ഇന്ന് മോദിയുടെ ആ ഇമേജ് മാറി. മോദിയുടെ ആ ഇമേജ് മാറുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട് കേട്ടോ. അത് ഇന്ത്യയിലെ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ മോദി എങ്ങനെയാണ് ഈ 56 ഇഞ്ച് ഛാത്തി ചുരുങ്ങി പോകുന്നത് എന്ന് ജനങ്ങൾ വളരെ ഈസി ആയിട്ട്, അതൊരു ഊതി ഉറപ്പിച്ച PR ബലൂണിനെ വളരെ ഈസി ആയിട്ട് സോഷ്യൽ മീഡിയ റീലിലൂടെ പൊതുജനം തന്നെ കുത്തിപ്പൊട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. അപ്പോൾ ഒരു കരുത്തനായ ഭരണാധികാരി, ശക്തമായ ഭരണകൂടം എന്ന ആദ്യത്തെ 2 തവണത്തെ ഇമേജ് ഇപ്പോൾ ഇല്ല. കാരണം ഇപ്പോൾ അവർക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ല എന്നുള്ളതൊരു കാര്യം, മോദിയുടെ ഇമേജ് ഷ്രിങ്കാവുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇങ്ങനെയുള്ള ഒരുപാട് എതിർ ഘടകങ്ങൾ നിലനിൽക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും വിജയിച്ച് കയറാൻ പറ്റുമെന്നുള്ള ചോദ്യം വരുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഇൻചാർജ്, UP ഇൻചാർജ് പറയുന്നു, തമിഴ്നാട്ടിൽ ഇപ്പോൾ തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ ചുമതലയുടെ മാണിക്കൻ ടാഗോർ പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അവരുടെ അണികൾക്ക് ആത്മവിശ്വാസം പകരാൻ പറയുന്നു എന്നല്ലാതെ ഈ ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിക്ക് പോലും ഉണ്ടെന്ന് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിയിലെ യോഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്, 2024 നമ്മളാണ് ജയിച്ചത്. യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം അവർ തട്ടിയെടുക്കുകയായിരുന്നു. ദാറ്റ്സ് എ സ്റ്റോളൻ വിക്ടറി എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക്. എങ്കിൽ 2029 ഈ നമുക്ക് ഈ വിജയം ആവർത്തിക്കാൻ പറ്റുമെന്ന് കരുതുന്നവരും അബദ്ധത്തിലാണ്. അവർ വിഡ്ഢികളുടെ സ്വർഗ്ഗത്തിലാണ്. കാരണം 2024 വിജയം 2029 ഇന്ത്യ മുന്നണിക്ക് ആവർത്തിക്കാൻ കഴിയണമെന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സിസ്റ്റം മുഴുവനായി BJP കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെ അവർ ഹൈജാക്കിയപ്പെട്ടിരിക്കുന്നു. അതിനോട് എതിരിട്ടുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ജയിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് പകരം നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇലക്ഷൻ വിജയിക്കുക എന്നതിനപ്പുറം നമ്മൾ റെസിസ്റ്റൻസിലേക്ക് പോകണം. ജനങ്ങളെ കൂടെ നിർത്തിയിട്ട് ഈ ഭരണകൂടത്തെ പ്രതിരോധിക്കണം, തെരുവിൽ പ്രതിരോധിക്കാൻ കഴിയണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അത് എത്രമാത്രം കോൺഗ്രസിന് കഴിയും, എത്രമാത്രം ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നുള്ളതനുസരിച്ചായിരിക്കും അവരുടെ ഭാവി, ഇന്ത്യയുടെ ഭാവി. യെസ്, ദിവസം ഇപ്പോൾ ഇനി ഏറ്റവും അടുത്ത് നടക്കാൻ പോകുന്ന UP തെരഞ്ഞെടുപ്പാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഉത്തർപ്രദേശ് പിടിക്കുക എന്നാൽ പിന്നെ അത് അധികാരത്തിലേക്ക് എത്താനുള്ള ഒരു എളുപ്പവഴി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ കോൺഗ്രസിനടക്കമുണ്ട്. ഇതിനൊരു മുതലെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പരിപാടികൾ കോൺഗ്രസിനുണ്ട്. ഇപ്പോൾ അടുത്ത വർഷം ഫെബ്രുവരിയിൽ മാർച്ചിലൊക്കെ ആയിരിക്കും UP ഇലക്ഷൻ വരിക. ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ഹൗസ് പറഞ്ഞത് ഈ UP ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡെസ്റ്റിനിയെ തന്നെ തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാനിരിക്കുന്ന UP തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം സുകേഷ്, ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 1952 ആദ്യമായിട്ട് ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത്, നെഹ്റുവിൻ്റെത്. 1900 പിന്നെ ഒരു 77 വരെ കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലം ഏക പാർട്ടി ഭരണമാണ്. ആദ്യമായിട്ടൊരു നോൺ കോൺഗ്രസ് ഗവൺമെൻറ് വരുന്നത് എപ്പോഴാണ്? 1977 മൊറാർജി ദേശായിയുടെ. അതൊരു കോലീഷൻ ഗവൺമെൻറ്റാണ്. ആൻഡ് ദേ കുഡിൻ കംപ്ലീറ്റ് ദെയർ ടേം. 5 വർഷം പൂർത്തിയാക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു നോൺ കോൺഗ്രസ് ഗവൺമെൻറ് വരുന്നപ്പോഴാണ് 1989 VP സിംഗിൻ്റെ എഗൻ കോലീഷൻ ഗവൺമെൻറ്. അവർക്ക് 5 വർഷം പൂർത്തിയാക്കാൻ പറ്റിയില്ല. 5 വർഷം പൂർത്തിയാക്കാൻ പറ്റിയ ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് ഗവൺമെൻറ്റിന് വേണ്ടി 1999 വരെ കാത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ത്യക്ക്. എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ ഒരു ലെഗസിയാണ് അത് കാണിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം കൂടിയാണ് കാണിക്കുന്നത്. ഇങ്ങനെ 99 വാജ്പേയി ഗവൺമെൻറ് എങ്ങനെ അതൊരു കോലീഷൻ ഗവൺമെൻറ്റാണ്, ഒരു ഏക പാർട്ടി ഭരണമല്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏക പാർട്ടി ഭരണം നടത്തിയിട്ടുള്ള ഒരേ ഒരു കോൺഗ്രസ്സാണ്. 2014 ഗംഭീരമായ ഭൂരിപക്ഷത്തോടു കൂടി നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതെങ്കിലും അത് BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാമായിരുന്നിട്ടും ആയിരുന്ന ഗവൺമെൻറ് ആണെങ്കിൽ അതെന്താണ്? കോലീഷൻ ഗവൺമെൻറ്റാണ്. അപ്പോൾ 5 വർഷം പൂർത്തിയാക്കിയ ആദ്യത്തെ നോൺ കോൺഗ്രസ് ഗവൺമെൻറ് 1999 വരെ കാത്തു നിൽക്കേണ്ടി വന്നു. പിന്നെ 2014 ശേഷം തുടർച്ചയായിട്ട് BJP ഗവൺമെൻറ് വേണമെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ 2 ടേമിൽ അവർക്ക് ഒറ്റയ്ക്ക് ഏക പാർട്ടി ഭരണം എന്നുള്ളവർക്ക് ഭരിക്കാമായിരുന്നു. പക്ഷേ ഇത്തവണ എഗൈൻ അവർ കോലീഷൻ, ഒരു മൈനോറിറ്റി ഗവൺമെൻറ് എന്ന് പറയാവുന്ന സ്വഭാവത്തിലേക്ക് പോയി. അപ്പോൾ അതിൽ നമുക്ക് ആ ചിത്രം കാണുമെങ്കിൽ ഇന്ത്യൻ ദേശീയതയുടെ ഒരു മ്യൂട്ടേഷൻ, അതിൻ്റെ ഒരു പരിണാമം കൂടി അതിനകത്ത് കാണാൻ പറ്റും. ദേശീയത എപ്പോഴും അത് മുകളിലോട്ടാണ് വരിക. അപ്പോൾ അതിൻ്റെ തീവ്ര സ്വഭാവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് ദേശീയതയുടെ ഒരു സ്വാഭാവികമായ ഒരു ജനിതക ഘടനയാണ്. അപ്പോൾ ആ ദേശീയതയുടെ സ്വാഭാവിക വളർച്ചയ്ക്കനുസരിച്ച് ഈ ഹൈപ്പർ നാഷണലിസം ശക്തിപ്പെടുന്നു. അതിൻ്റെ മുറക്ക് ആ ഹൈപ്പർ നാഷണലിസം മുന്നോട്ട് വെക്കുന്ന BJP അധികാരത്തിൽ വരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ 52 മുതൽ 77 വരെ കോൺഗ്രസ് ഭരിച്ച ആ ദേശീയതയുടെ ഒരു കാലം നമ്മളുടെ ഓർമ്മയിലുണ്ടാവണം. നമ്മൾ ദേശീയതയുടെ മറ്റൊരു ഘട്ടത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഘട്ടം അതിൻ്റെ സ്വാഭാവികമായൊരു ചക്രം പൂർത്തീകരിക്കുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ.
സ്വാഭാവികമായൊരു ചക്രം പൂർത്തീകരിക്കും. അല്ലെങ്കിൽ അതിന് മാത്രം അതിനകത്ത് ഇൻറ്റേർണൽ ഡിവിഷൻസ് വരണം, പുറമേക്കെന്നുള്ള റെസിസ്റ്റൻസ് വരണം. അപ്പോൾ ആ റെസിസ്റ്റൻസിൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈറ്റിംഗ് ടഫ് എന്ന് പറയാവുന്നത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ തോൽക്കുകയാണെങ്കിൽ വെച്ചാൽ SP കോൺഗ്രസ് അലയൻസ് തോൽക്കുകയാണെങ്കിൽ UPയുടെ ഭരണം അവർക്ക് ലഭിക്കുന്ന BJPക്ക് ലഭിക്കുന്നു എന്നല്ല സംഭവിക്കുന്നത്. ഈ SP എന്ന് പറയുന്ന സംവിധാനം അതിൻ്റെ ഭാവി വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യചിഹ്നമാകുന്ന മാത്രമല്ല ഇപ്പോഴത്തെ ലോക്സഭയിലെ SP ബ്ലോക്കിന് എന്ത് സംഭവിക്കുന്ന ചോദ്യമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞാണ് തൃണമൂൽ കോൺഗ്രസ് ബ്ലോക്കിന് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച്. അതേപോലെയുള്ള ഒരു പരിണാമം അവിടെ സംഭവിക്കുകയും ഈ ടേം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ BJP ഭരണഘടനാ ഭേദഗതിക്കുള്ള ഭൂരിപക്ഷം ലോക്സഭയിൽ അവർ നേടിയെടുക്കുകയും ചെയ്യും. അത് ഒരു സ്വീപ്പിംഗ് റിഫോംസ് അടുത്ത ഇലക്ഷന് മുമ്പായിട്ട് തന്നെ സ്വീപ്പിംഗ് റിഫോംസ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സന്ദർഭമായിട്ട് അവർ അതിനെ ഉപയോഗിക്കും. അതുകൊണ്ട് UP എന്നുള്ളത് വളരെ വളരെ നിർണായകമായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി സിഗേഷ് ചോദിച്ച ചോദ്യം, അത് എന്താണ് അതിൻ്റെ സാധ്യത? കോൺഗ്രസ് ഈ SP കോൺഗ്രസ് അലയൻസിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ BJPയുടെ അലയൻസ് എന്ന്. അതിനകത്ത് ഞാൻ പറയുന്നത് ഇപ്പോഴും ഈ നിമിഷം സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയുള്ള രാഷ്ട്രീയമാണ് സംസാരിക്കുന്നതെങ്കിൽ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര ലളിതമായിട്ടുള്ളൊരു ഫൈറ്റല്ല. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കാനിടയ വിഷയം ഈ പറയുന്ന രാജേന്ദ്രപാൽ ഗൗതം അല്ലേ, അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുകയാണ് UPയുടെ ചീഫായിട്ട്. ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനത്തിൻ്റെ AICCയുടെ ഇൻചാർജായിട്ട് ഈ മനുഷ്യനെ നിയമിച്ചിരിക്കുന്നത്. ഈ മനുഷ്യനാരാണെന്ന് മനസ്സിലാക്കണം. ഇദ്ദേഹം ഈ AAP നേരത്തെ BSPയിലുണ്ടായിരുന്നു കുറച്ചു കാലം, പിന്നെ AAPയിലുണ്ടായിരുന്നു. കെജ്രിവാൾ മന്ത്രിസഭയിലെ മിനിസ്റ്ററായിരുന്നു. അയാളൊരു സെൽഫ് ഡിക്ലെയർഡ് അംബേദ്കറൈറ്റാണ്. ഒരു ദളിത് വിഭാഗത്തിൽ വരുന്ന ആളാണ്. ഹാർഡ് കോർ അഗ്രസീവ് അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് പറയുന്ന ഒരാളാണ് അദ്ദേഹം. ഈ മന്ത്രിസഭയിൽ നിന്ന് പോകാനിടയെ കാരണം ശ്രദ്ധിക്കണം. 2022 ഒക്ടോബർ 5 അവിടെ ഒരു ഡൽഹിയിൽ വലിയൊരു കൺവേർഷൻ കോൺഫറൻസ് സംഘടിപ്പിച്ചു. കുറേ ഹിന്ദുക്കളായിട്ടുള്ള ദലിത് സമുദായങ്ങൾ അവരിതിലേക്ക് പോയി ബുദ്ധമതം സ്വീകരിച്ചു. ആ ഡേറ്റ് ശ്രദ്ധിക്കണം, ഒക്ടോബർ 5 ഇദ്ദേഹത്തിൻ്റെ അംബേദ്കറിൻ്റെ മാസ് കൺവെൻഷൻ നടന്ന ദിവസത്തിനാണ്. അവിടെ വെച്ച് അംബേദ്കറിൻ്റെ അതിലെ വലിയ പ്രസിദ്ധമായ പ്രതിജ്ഞയുണ്ടല്ലോ, ആ പ്രതിജ്ഞ ആളുകളെ കൊണ്ട് ചൊല്ലിച്ചു. ആ പ്രതിജ്ഞയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്: ഗണപതി ഗൗരി എൻ്റെ ദൈവമല്ല, ഞാൻ അവയെ ആരാധിക്കുന്നില്ല. വിഷ്ണുവും പിന്നെ ബ്രഹ്മാവും പിന്നെ മഹേഷും എൻ്റെ ദൈവമല്ല, ഞാനതിനെ ആരാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഈ അംബേദ്കർ പ്രതിജ്ഞകൾ ഇവർ അവിടെ നിന്ന് ആവർത്തിച്ച് ചൊല്ലി. കൃഷ്ണനും രാമനും ദൈവത്തിൻ്റെ അവതാരങ്ങളല്ല, അതുകൊണ്ട് ഞാൻ അവയെ ആരാധിക്കുന്നില്ല. ഈ മനുഷ്യൻ ഇവരെ കൊണ്ട് ഈ പ്രതിജ്ഞ ചൊല്ലിക്കുകയാണ്. മന്ത്രിയാണ്. ഈ ഗുജറാത്ത് ഇലക്ഷൻ നടക്കുന്ന സമയമാണിത്. ഈ വീഡിയോ ഗുജറാത്തിൽ ഇവർ അങ്ങോട്ട് പ്രചരിപ്പിച്ചു, BJP അങ്ങോട്ട് പ്രചരിപ്പിച്ചു. കെജ്രിവാൾ ആകെ മുട്ടുപറക്കാൻ തുടങ്ങി. കെജ്രിവാൾ BJPയും ഉന്നം വെക്കുന്നത് ഒരേ രാഷ്ട്രീയ ഭൂമികയാണ്. കെജ്രിവാളിന് ഇദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ അസംതൃപ്തി ഉണ്ടായി, വലിയ പ്രതിഷേധം പാർട്ടിക്കകത്തുണ്ടായി. ഈ മനുഷ്യൻ രാജിവെക്കേണ്ടി വന്നു. പാർട്ടിക്കകത്തുള്ള സമ്മർദ്ദം സഹിക്കാനാവാതെ രാജിവെക്കേണ്ടി വന്നു. പിന്നെയാണ് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു മനുഷ്യനാണ് കോൺഗ്രസ് എന്താക്കിയിരിക്കുന്നത്, UPയുടെ ചാർജാക്കി വെച്ചിരിക്കുന്നത്. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. സാധാരണ ഇതിൽ കോൺഗ്രസ് ഇത് ചെയ്യില്ല. UP പോലെ ഒരു സ്ഥലത്ത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് AICCയുടെ ചാർജ് കൊടുത്തിരിക്കുന്നത് 2-3 വർഷം മുമ്പ് മാത്രം പാർട്ടിയിലേക്ക് വന്ന ഒരു ഹാർഡ് കോർ അംബേദ്കറൈറ്റ് ലീഡറാണ്. ഹാർഡ് കോർ അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് പറയുന്ന, അഗ്രസീവ് അംബേദ്കറൈറ്റ് പൊളിറ്റിക്സ് പറയുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരാളെ UPയുടെ ചാർജ് കൊടുക്കുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ്? അതൊരു ചോദ്യമാണ്. അതിനകത്ത് ചില രാഷ്ട്രീയ ഉന്നങ്ങളുണ്ട്. UPയെ സംബന്ധിച്ചിടത്തോളം ഈ ദലിത് 20 മുതൽ 21% വരെ SC വിഭാഗമാണ് വരുന്നത്, നമ്പർ 1. നമ്പർ 2, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദലിത് വിഭാഗത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഫോഴ്സ് ഏതായിരുന്നു? BSP ക്ഷയോന്മുഖമായി പോയി, ഏതാണ്ട് ഇല്ലാതായിപ്പോയി. അപ്പോൾ ആ ഒരു സ്പേസ് അവിടെ വേക്കൻ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തെ പോലെ, രാജേന്ദ്രപാൽ ഗൗതമിനെ പോലെ ഒരു ലീഡറെ മുമ്പിൽ വെക്കുക, ഈ SC ദലിത് ഇലക്ടറേറ്റിനെ സ്വാധീനിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കുറച്ച് കാലമായിട്ട് ഇദ്ദേഹം, രാഹുലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന OBC ദലിത് പൊളിറ്റിക്സ്, ആ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവാണ് ഈ മനുഷ്യൻ അവിടെ ഇതിൻ്റെ ചാർജ് കൊടുത്ത് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് UP പൊളിറ്റിക്സിൽ നമുക്കറിയാം, ഈ അഖിലേഷ്, അദ്ദേഹത്തിൻ്റെ സംഘടന വളരെ സജീവമാണ്. പാർലമെൻറ്റിലും അസംബ്ലിയിലും വലിയ സാന്നിധ്യമുണ്ട്. അപ്പം അഖിലേഷ് മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയമുണ്ട്, PDA എന്ന് പറയുന്ന, പിച്ചഡെ ദലിത് അല്പസംഖ്യക്, OBC ദലിത്
അല്പസംഖ്യക്ക് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം. ഈ മുസ്ലിം, ദലിത്, OBC രാഷ്ട്രീയമാണ്. അപ്പോൾ PDA അലയൻസ് അല്ലെങ്കിൽ PDA പൊളിറ്റിക്സാണ് മുലായം സിംഗ് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് കോൺഗ്രസും ഇങ്ങനെ ഒരു ഹാർഡ് കോർ അംബേദ്കറേറ്റിനെ സംസ്ഥാനത്തിന് ചാർജ് കൊടുക്കുന്നു. അത് വർക്ക് ചെയ്യുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതേസമയം PCCയുടെ പ്രസിഡൻ്റായിട്ട് അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള മുന്നോക്ക ജാതിക്കാരൻ അജയ് റായ് തന്നെയുണ്ട്. അപ്പോൾ ആ കോംബോ വർക്ക് ചെയ്യും എന്നുള്ള ആ ഒരു ലൈനിലാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പോകുന്നത്. പക്ഷേ അത് BJP തിരിച്ചിട്ടുണ്ട്. അത് മനസ്സിലാണെങ്കിൽ അവർ സ്റ്റേറ്റ് പ്രസിഡൻ്റാക്കി വെച്ചിരിക്കുന്നത് പങ്കജ് ചൗധരിയാണ്. BJP അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ യാദവ OBC വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ്. അപ്പർ കാസ്റ്റ് വോട്ട് പ്ലസ് നോൺ യാദവ OBC വോട്ട്. പങ്കജ് ചൗധരി യാദവനല്ലാത്ത OBC, എനിക്ക് തോന്നുന്നു കാസ്റ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു നോൺ യാദവ OBC സമുദായത്തിൽ വരുന്ന ആളാണ് പങ്കജ് ചൗധരി. ഇപ്പോൾ അവർ എലക്ട് ചെയ്തിരിക്കുന്ന BJPയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ 40% ആളുകൾ നോൺ യാദവ OBCs ആണ്. അപ്പോൾ ഇത് യാദവന്മാരും മുസ്ലിങ്ങളും തമ്മിലുള്ളൊരു തട്ടിപ്പ് പരിപാടിയാണ് കേട്ടോ ഇത് എന്നൊരു സന്ദേശം നോൺ യാദവ സെക്ടറിൽ കൊടുക്കുക. അങ്ങനെ നോൺ യാദവ OBC അപ്പർ കാസ്റ്റ് അങ്ങനെ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് BJP നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം എന്നൊക്കെ അറിയാമല്ലോ. ബേസിക്കലി അത് ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു രാഷ്ട്രീയമാണ്. രണ്ട് കൂട്ടരും വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് വളരെ ബുദ്ധിപൂർവ്വമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വേറെ ചില ഫാക്ടേഴ്സ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഉവൈസിമാരുണ്ട്. ഒന്ന് അവിടുത്തെ ഒരു കാസ്റ്റ് ഇക്വേഷൻ മനസ്സിലാവും. മുസ്ലിങ്ങളെന്ന് പറയുന്നത് 19 to 20%, 19 മുതൽ 20% വരെ, SC 20 മുതൽ 21% വരെ. എന്ന് പറഞ്ഞാൽ ദലിത് മുസ്ലിം മാത്രം എടുത്തു കഴിഞ്ഞാൽ 40% ആയി, പോപ്പുലേഷനിൽ 40% ആയി. 20% അപ്പർ കാസ്റ്റ്, 45% ആണ് ഈ പറയുന്ന ഇത് വരുന്നത്. 40 to 45% ആണ് OBC മൊത്തം വരുന്നത്. അതിലൊരു 10% യാദവാസ് വരും. അപ്പോൾ ഇതിൽ ഈ ഉവൈസി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം പിന്നെ 100 സീറ്റിലെങ്കിലും 200 സീറ്റിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റാലികൾ ഇപ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉവൈസി എന്നെ നിങ്ങൾ അലയൻസിൽ എടുക്കുകയാണെങ്കിൽ ഗ്രാൻഡ് അലയൻസിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ മത്സരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉവൈസിയെ എടുക്കൂ, അഖിലേഷ് എടുക്കൂ എന്ന ചോദ്യമുണ്ട്. അതിന് അഖിലേഷിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താണ് ഒരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ്. ഉവൈസി എടുത്തു കഴിഞ്ഞാൽ അങ്ങേര് മത്സരിക്കുന്ന ഇല്ലാതാക്കാൻ പറ്റും. പക്ഷേ അതേസമയം ഈ പറഞ്ഞ PDA അലയൻസിനെ കുറച്ചും കൂടെ സിമെൻ്റ് ചെയ്യിക്കാൻ പറ്റും. പക്ഷെ അപ്പുറത്ത് BJP എന്ത് ചെയ്യും? ഉവൈസിയെ കാണിച്ച് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ ശ്രമിക്കും. ഒരു ദലിത് ഉവൈസി രൂപപ്പെട്ടിട്ടുണ്ട് UP യിൽ, ചന്ദ്രശേഖർ ആസാദ്. നമ്മൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് മത്സരിച്ചിട്ട് നഗീന സീറ്റ്, അത് ഒരു ലോക്സഭാ സീറ്റ് ആ മനുഷ്യൻ ഒറ്റക്ക് വിജയിച്ചു. ആസാദ് സമാജ് പാർട്ടി. വെസ്റ്റേൺ UP യിൽ പ്രത്യേകിച്ച് യങ് ദലിതുകൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ആ മനുഷ്യൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു അദ്ദേഹവും പിന്നെ സമാജ്വാദി പാർട്ടി അലയൻസിൻ്റെ ഭാഗമാകാൻ സന്നദ്ധനാണ്. ഒരു 20 സീറ്റെങ്കിലും ലഭിക്കുകയാണെങ്കിൽ ചേരാമെന്നുള്ളതാണ്. 20 സീറ്റ് കൊടുത്ത് ഇദ്ദേഹത്തെ എടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഇതിലാണ്. അത് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള ഇത് മുലായം സിംഗ് കാണുന്നുണ്ട്. പക്ഷെ അതേസമയം ഇദ്ദേഹം കൂടി ഈ അലയൻസിൻ്റെ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് അലയൻസിൻ്റെ ഭാഗമാണെങ്കിൽ ഈ പറയുന്ന ഇക്വേഷൻ വളരെ ഗംഭീരമാവും. മുസ്ലിം ചെറുപ്പക്കാർക്കിടയിലും സ്വാധീനമുള്ള ആളാണ് ഈ ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്നത്. ഇനി അഥവാ ചന്ദ്രശേഖർ ആസാദ് ഈ അലയൻസിൽ ആയിട്ടില്ലെങ്കിൽ MIM ചന്ദ്രശേഖർ ആസാദ് അലയൻസ് അതിനുള്ള സാധ്യതയെക്കുറിച്ച് അവിടെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. വേറൊരു സാധ്യത പറയുന്നത് BSP എന്ന് പറയുന്നത് ഗതികിട്ടാപ്രേതമായിട്ട് നടക്കുകയാണ്. ആ പാർട്ടിയുടെ ഘടനയും സംഗതികളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. UP ഭരിച്ച പാർട്ടിയാണ്. MIM-ഉം BSP-യും തമ്മിലൊരു അലയൻസ്, അതിനെക്കുറിച്ചുള്ള സാധ്യതകളും UP യിലെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ വളരെ കൗതുകരം അത് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു നഷ്ടം ആർക്കായിരിക്കും എന്ന് വെച്ചാൽ സമാജ്വാദി പാർട്ടിക്കായിരിക്കും, SP കോൺഗ്രസ് അലയൻസിനായിരിക്കും. പക്ഷെ ഇങ്ങനെ പല സാധ്യതകളുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇന്ത്യയിൽ പ്രതിപക്ഷ രാഷ്ട്രീയം ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഇൻ അസംബ്ലി ആൻഡ് ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് ഇൻ നറേറ്റീവ്സ് ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് UP എന്ന് പറയുന്നത്. യോഗി ആദിത്യനാഥ് 2 ടേമായിട്ട് ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വെച്ചാൽ അവിടെയുള്ള യോഗി ആദിത്യനാഥിനെതിരായിട്ടുള്ള എതിർവികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എതിർവികാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രേ കാറ്റിൽസ് ആണെന്നുള്ളതാണ്. അതൊരു അഗ്രേറിയൻ എക്കണോമിയെ തന്നെ തകർക്കുന്ന മട്ടിലേക്ക് അലഞ്ഞു തിരിയുന്ന കാലികൾ വലിയൊരു ഭാരമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു പാരഡോക്സാണ്. പക്ഷെ അതേസമയം നമ്മൾ ബുൾഡോസർ രാജ് എന്നൊക്കെ യോഗിയെ പരിഹസിക്കുമ്പോഴും UP യിലൊരു ഏർബൻ സൊസൈറ്റീൻ്റെ ഇടയിൽ ഈ മനുഷ്യൻ്റെ ഈ അയൺ മാൻ ഇമേജ്
അദ്ദേഹത്തിന് നേട്ടമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം യു പി ഈ ഗാങ്സ്റ്റർ പൊളിറ്റിക്സിൻ്റെയും ഗുണ്ടാ സംഘങ്ങളുടെയൊക്കെ കേന്ദ്രമായിരുന്നു. ഇദ്ദേഹം വന്നതിന് ശേഷം അതിനൊക്കെ ഒരു അറുതിയായിട്ടുണ്ട്, ഒരു സമാധാനമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഈ അയൺ ഫിസ്റ്റ് അപ്രോച്ച് അതിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ നിലക്ക് അനുകൂലവും പ്രതികൂലമായ ഘടകങ്ങൾ യോഗി ആദിത്യനാഥിനുണ്ട്. പക്ഷേ ഇതിനെല്ലാം മറികടക്കുന്ന തരത്തിൽ ഈ ക്ഷേത്രക്കൊള്ള മാറിയേക്കും എന്ന സാഹചര്യമുണ്ട്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി കാണാൻ കോൺഗ്രസ്സുകാരൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരികയാണ്. ഇതിനൊക്കെയുള്ള പദ്ധതികൾ കോൺഗ്രസിനുണ്ടാകണം, അതിനുള്ള പണിയും എടുക്കണം എന്നൊക്കെയാണ്